ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ന്യൂ SRT സീരീസിൽ നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ വരുന്ന അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 ഒരു അധ്യായമാണ് പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് ആദ്യമേയുള്ള 3 അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. 4ാമത്തെ പൂക്കാം കായ്ക്കാം എന്ന ഈ ഒരു അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അധ്യായം 4 പൂക്കാം കായ്ക്കാം. നമ്മുടെ ചുറ്റിലുമുള്ള ഈ പൂക്കളെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ചുറ്റിലും ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി പൂക്കളുണ്ട്. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളതുപോലെ മുക്കുറ്റി, തുമ്പ, തൊട്ടാവാടി, കണിക്കൊന്ന, അങ്ങനെ ധാരാളം പൂക്കളുണ്ട്. എല്ലാ പൂക്കളും ഒരുപോലെയാണോ? അല്ല, എല്ലാ പൂക്കളും വ്യത്യസ്തമാണ്. എങ്ങനെയാണ്? അവയുടെ പേര്, നിറം, മണം, അതുപോലെ ഒറ്റ പൂവായിരിക്കും ചിലത് പൂങ്കുലയായിരിക്കും, ചിലതിൻ്റെ ഇതളുകൾ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വിവിധ തരത്തിലാണ്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ റോസ് ചുവപ്പ് നിറത്തിൽ, ഇപ്പോൾ ചുവപ്പ് നിറം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, എല്ലാ നിറത്തിലും കാണപ്പെടാറുണ്ട്. അതുപോലെ നല്ല മണമാണ്. ഒറ്റ പൂവല്ലേ റോസ് വരുന്നത്? ഒറ്റ പൂവാണ്. റോസിന് ധാരാളം ഇതളുകളുണ്ട്. ഇനി നമുക്ക് തെച്ചി അല്ലെങ്കിൽ ചെത്തി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നിറം എന്താണ്? ഏതാണ്ട് ചുവപ്പാണ്. മണമുണ്ടോ? മണം ഇല്ലാത്തൊരു പൂവാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? പൂങ്കുലയായിട്ടാണ് വരുന്നത് അല്ലേ? അതിന് എത്ര ഇതളുകളാണ് വരുന്നത്? ഒരെണ്ണത്തിന് 4 ഇതളുകളല്ലേ വരുന്നത്. അപ്പം അങ്ങനെ എല്ലാം വിവിധ തരത്തിൽ വ്യത്യസ്ത രീതിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൂക്കളുടെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. പൂക്കളുടെ ഭാഗം മനസ്സിലാക്കാൻ ഇവിടെ ചെമ്പരത്തിപ്പൂ തന്നിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഇതെന്താണ്? ദളങ്ങളാണ്, ഇതളുകളാണ്. ഇതിനെ നമുക്ക് ദളം എന്ന് പറയാം. ദളം. ഓക്കെ, ദളം. ഇനി രണ്ടാമത് ഇവിടെ തന്നിട്ടുള്ള ഇതെന്താണ്? വിതളമാണ്. വിതളം. ഇതിൻ്റെ താഴെ ഇവിടെ തന്നിട്ടുള്ളത് പൂഞ്ഞെട്ടാണ്. ഇത് പൂഞ്ഞെട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പട്ടികയായി നൽകിയിട്ടുണ്ട്. അതുപോലെ ആ ഭാഗങ്ങളുടെ ധർമ്മം എന്താണ്? അപ്പോൾ ഈ പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ അവയുടെ ധർമ്മവും ഇവിടെ ടാബുലർ ഫോമിൽ പട്ടികയായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ ഭാഗങ്ങളും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. പൂഞ്ഞെട്ട്, നമുക്ക് ആദ്യം ഭാഗങ്ങൾ പരിചയപ്പെടാം. പൂഞ്ഞെട്ട് എന്താണ്? പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട്. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാം അല്ലേ? പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൂഞ്ഞെട്ട്. പുഷ്പാസനം, ഇതാണ് പുഷ്പാസനം. പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്ന ഭാഗമാണ് പുഷ്പാസനം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് വരുന്നത്. പിന്നീട് വിതളപുടം. അപ്പം ഇങ്ങനെ ഈ ഒരു കർവ് പോലെ വരുന്ന ഈ ഒരു ഭാഗമാണ് വിതളപുടം എന്ന് പറയുന്നത്. അതായത് വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് വിതളപുടം എന്ന് പറയുന്നത്. വിതളങ്ങൾ, ഇത് വിതളങ്ങളാണ്. വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് വിതളപുടം. അതിനുശേഷം ഇവിടെ നോക്കിയാൽ കാണാം കേസരപുടം. ഈ കാണുന്നത് കേസരപുടമാണ്. കേസര. അതിനുശേഷം തൊട്ടുമുകളിലായിട്ട് നമുക്കിവിടെ ദളപുടം കാണാനായിട്ട് സാധിക്കും അല്ലെ? ദളപുടം എന്താണ്? ദളങ്ങൾ, വിവിധ ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ് ദളപുടം എന്ന് പറയുന്നത്. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്ന ഭാഗമാണ് ഈ ദളപുടം എന്ന് പറയുന്നത്. ശേഷം ഇതാ നമുക്കിവിടെ കാണുന്നത് പോലെ ഇതെന്താണ്? കേസരപുടമാണ്. കേസരപുടം എന്താണ്? കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കേസരപുടം. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കേസരപുടം. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കേസരപുടമാണ്. ഇനി ജനിപുടം, ഈ നൽകിയിട്ടുള്ളതാണ് ജനിപുടം എന്ന് പറയുന്നത്. ജനിപുടം എന്താണ്? ജനിപുടം പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പൂവിൻ്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു, അവയുടെ ധർമ്മങ്ങളും കണ്ടു. എന്തൊക്കെയായിരുന്നു? പൂഞ്ഞെട്ട്, പൂവിനെ തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം, പൂവിൻ്റെ മറ്റ് ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നു. വിതളപുടം, വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് വിതളപുടം. പൂമൊട്ടിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്താണ്? വിതളപുടമാണ്. ദളപുടം, ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് ദളപുടം. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് ദളപുടമാണ്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണ്? കേസരപുടവും ജനിപുടവുമാണ്. കേസരപുടം കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതാണ് കേസരപുടം. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. ജനിപുടം എന്താണ്? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ജനിപുടത്തിൽ ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകും. ജനിപുടത്തിൽ
ഒന്നോ അതിലധികമോ ജനികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ജനിപുടം, കേസരപുടം, ദളപുടം, വിദളപുടം, പുഷ്പാസനം, പൂഞ്ഞെട്ട് എന്നീ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും മനസ്സിലാക്കി. അങ്ങനെ ഒരു പൂവിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിച്ചു. ഇതിൽ വിദളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം, ഇതാണ് ഈ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഭാഗങ്ങൾ. ഈ 4 ഭാഗങ്ങളുള്ള പൂവിനെ പൂർണ്ണ പുഷ്പം എന്നാണ് പറയുന്നത്. ഇവിടെ നൽകിയിട്ടുണ്ട് കംപ്ലീറ്റ് ഫ്ലവർ എന്താണെന്നുള്ളത്. വിദളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണുന്നത്. ഈ 4 ഭാഗങ്ങളുള്ള പൂവിനെ പൂർണ്ണ പുഷ്പം എന്നാണ് പറയുന്നത്. പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. ഇനി നമ്മൾ ചുറ്റുപാടൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാ സസ്യങ്ങളും പുഷ്പിക്കുന്നവയല്ല. സസ്യലോകത്ത് പൂക്കുന്ന സസ്യങ്ങളുമുണ്ട്. പൂക്കുന്ന സസ്യങ്ങൾ മാത്രമല്ല, പൂക്കാത്ത സസ്യങ്ങളുമുണ്ട്. അപ്പോൾ പൂക്കാത്ത സസ്യങ്ങൾക്ക് കുറച്ച് ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. പൈൻ, സൈക്കസ്, പന്നൽ ചെടി, ഫേൺസ് എന്നറിയപ്പെടുന്ന പന്നൽ ചെടി പോലെയുള്ള ചെടികൾ. ഇത് കൂടാതെ പായലുകൾ പോലെയുള്ള ചെറു സസ്യങ്ങളൊന്നും തന്നെ എന്താണ്, പൂക്കുന്നവയല്ല, പുഷ്പിക്കുന്നവയല്ല. അപ്പോൾ പൂക്കാത്ത സസ്യങ്ങൾ നമ്മുടെ ചുറ്റിലുണ്ട്. നീലക്കുറിഞ്ഞി, നീലപ്പൂകൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകൾ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. സ്ട്രോബലാന്തസ് കുന്തിയാന. ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്ന് മാത്രമാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇവ 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഈ ഒരു നീലക്കുറിഞ്ഞിയുടെ പൂക്കാലം, അല്ലെങ്കിൽ പൂക്കുന്ന കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നീലക്കുറിഞ്ഞി. ഇനി എന്തുകൊണ്ടാണ് സസ്യങ്ങളിൽ പൂക്കൾ ഉള്ളത്? പൂവ് എന്തിനാണ്? ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? പൂവിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. പൂവിൽ നിന്ന് കായ്കൾ ഉണ്ടാകുന്നു. ഫലത്തിനുള്ളിലാണ് വിത്ത് ഉണ്ടാകുന്നു. ഈ വിത്തിൽ നിന്നാണ് പിന്നീട് അടുത്തൊരു സസ്യം ഉണ്ടാകുന്നത്. അപ്പം അതാണ് ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രയോജനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പൂവിൽ നിന്ന് ഫലവും ഫലത്തിനുള്ളിൽ നിന്ന് വിത്തും പിന്നീട് പുതിയ ചെടി ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കി. അപ്പോൾ പ്രത്യുൽപാദനം എങ്ങനെ നടക്കുന്നു? എങ്ങനെയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്? പൂവിൽ നിന്ന് ഫലമുണ്ടാകുന്നു, ഫലത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു, വിത്തിൽ നിന്ന് പിന്നീടൊരു പുതിയ ചെടി ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പൂവിൽ നിന്ന് ഫലവും വിത്തും ഒക്കെ ഉണ്ടാകുന്നത്? പ്രത്യുൽപാദനം വഴിയാണ്. പ്രത്യുൽപാദനം വഴിയാണ് പൂവിൽ നിന്ന് ഫലവും വിത്തും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഓർമ്മയില്ലേ? ആൺ പ്രത്യുൽപാദന അവയവവും പെൺ പ്രത്യുൽപാദന അവയവവും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൺ പ്രത്യുൽപാദന അവയവം ഏതാണ്? കേസരപുടമാണ്. കേസരപുടമാണ്. പെൺ പ്രത്യുൽപാദന അവയവം ഏതാണ്? ജനിപുടമാണ്. ജനിപുടം. ഓക്കെ. അപ്പോൾ ഇനി താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കിക്കേ. ഇതാണ് കേസരം, ഇതാണ് ജനി എന്ന് പറയുന്നത്. എൻലാർജ് ചെയ്തത് ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. ഇതാണ് കേസരം. കേസരത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പരാഗി, തന്തുകം എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് വരുന്നത്. കേസരങ്ങൾ ചേർന്നിട്ടുള്ളതാണ് കേസരപുടം എന്ന് പറയുന്നത്. കേസരത്തിന് തന്തുകം എന്ന ഈ ഒരു ഭാഗവും പരാഗി എന്ന ഈ ഒരു ഭാഗവുമാണ് ഉള്ളത്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിൻസ് ഉള്ളത്. പോളൻ ഗ്രെയിൻസ് പുംബീജത്തെ, അതായത് ആൺബീജകോശത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞ പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. പരാഗരേണുക്കൾ എവിടെയാണ്? പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. ഇതിലാണ് പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് കേസരം. ഇനി ജനിപുടം പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ്. ഇപ്പൊ ജനിയില് പരാഗണസ്ഥലം, ജനിദണ്ഡ്, അണ്ഡാശയം, ഓവ്യൂൾ എന്നിങ്ങനെ ഭാഗങ്ങളാണ് ഉള്ളത്. അണ്ഡാശയത്തിനുള്ളിലുള്ള ഓവ്യൂളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെവിടെ തന്നിട്ടുണ്ട്? കേസരപുടം. കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം അഥവാ ഫിലമെന്റ്, പരാഗി അഥവാ ആന്തർ എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിൻസ് ഉള്ളത്. പുംബീജത്തെ ആൺബീജകോശം അതായത് ആൺബീജകോശത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ എന്ന് പറയുന്നത്. ഇനി ജനിപുടം എന്താണ്?
പൂവിന്റെ പെൺപ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിയിൽ പരാഗണ സ്ഥലം സ്റ്റിഗ്മ എന്നത്, ജനിതണ്ട് സ്റ്റൈൽ, അണ്ഡാശയം ഓവറി എന്നീ ഭാഗങ്ങളാണ് ഉള്ളത്. അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളിലാണ് അണ്ഡം അഥവാ പെൺബീജകോശം കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അതിനുശേഷം താഴെയായിട്ട് ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഛേദം വ്യക്തമാക്കുന്ന ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് അടയാളപ്പെടുത്താനായിട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഛേദമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ അറ്റത്തായിട്ട് കാണപ്പെടുന്നത് പരാഗണ സ്ഥലമാണ്, പരാഗണ സ്ഥലം. ശേഷം ഈ കാണുന്ന ഈ ചെറിയ ചെറിയ ഭാഗങ്ങളില്ലേ, ഇത് കേസരമാണ്, കേസരം. അതിനുശേഷം ഇതെന്താണ്? ദളങ്ങളല്ലേ, ദളങ്ങളാണ്. ഇതാ ഇവിടെ താഴെ തന്നിട്ടുള്ളത് ഇതാണ് വിദളം, വിദളം. ഉള്ളിൽ ഈ കാണുന്നതാണ് ഓവ്യൂൾ എന്ന് പറയുന്നത്, ഓവ്യൂൾ. അതിനുശേഷം ഈ ഭാഗമാണ് പുഷ്പാസനം, പുഷ്പാസനം. താഴെയുള്ളത് പൂഞ്ഞെട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഭാഗങ്ങളൊക്കെ മനസ്സിലായില്ലേ? ചെമ്പരത്തി പൂവിൻ്റെ ഛേദമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടാവുമോ? ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണുന്ന പൂക്കളാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതാപ്പഴത്തിൻ്റെ പൂവ്, അരണമരപ്പൂവ് തുടങ്ങിയവയ്ക്ക്. ഇതൊക്കെ എന്താണ്? ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള പൂവിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. ചെമ്പകപ്പൂവിൽ അണ്ഡാശയങ്ങൾ ഇങ്ങനെ മൾട്ടിപ്പിൾ നമ്പറാണ്, ഒന്നിലധികം അണ്ഡാശയങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. നമ്മളിവിടെ പറഞ്ഞ സമയത്ത് പൂക്കളിലെ കേസരപുടത്തെക്കുറിച്ചും ജനിപുടത്തെക്കുറിച്ചും പൂവിൻ്റെ ആൺ പെൺ പ്രത്യുൽപാദന ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പൂക്കൾ തന്നെ ആണും പെണ്ണും ഉണ്ടാവുമോ? ഇപ്പോൾ വെണ്ട, മത്തൻ പോലെയുള്ള രണ്ട് സസ്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ വെണ്ടയുടെ പൂക്കളും മത്തൻ്റെ പൂക്കളും നോക്കുമ്പോൾ അവയുടെ കേസരപുടവും ജനിപുടവും എവിടെയായിരിക്കും? ഇപ്പോൾ വെണ്ടയുടെ പൂക്കളും നിരീക്ഷിക്കുമ്പോൾ അതിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ തന്നെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കേ, വെണ്ടയുടെ പൂവാണിത്. ഇതിൽ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണുന്നതിനായിട്ട് സാധിക്കും. എന്നാൽ മത്തനിൽ അങ്ങനെയല്ല. മത്തനിൽ കേസരപുടവും ജനിപുടവും രണ്ട് പൂക്കളിലായിരിക്കും. ഒന്ന് ആൺപൂവും ഒന്ന് പെൺപൂവും ആയിരിക്കും. അങ്ങനെ വ്യത്യാസം ഉണ്ടാവും മത്തനിൽ. മത്തനിൽ എങ്ങനെയാണ്? കേസരപുടവും ജനിപുടവും വ്യത്യസ്ത സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങളുണ്ട്. കേസരപുടവും ജനിപുടവും പ്രത്യേകം പൂക്കളിൽ കാണപ്പെടുന്ന സസ്യങ്ങളുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള പുഷ്പങ്ങളെ നമുക്ക് ഏകലിംഗ പുഷ്പങ്ങളെന്നും ദ്വിലിംഗ പുഷ്പങ്ങളെന്നും പറയാം. അതായത് കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രം കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് എങ്കിൽ അവയെ ഏകലിംഗ പുഷ്പങ്ങൾ അഥവാ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയാം. ഇനി ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നുണ്ട് എങ്കിൽ അവയെ ദ്വിലിംഗ പുഷ്പങ്ങൾ അഥവാ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഏകലിംഗ പുഷ്പങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഏകലിംഗ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം വെച്ച് തന്നെ പറയാം. കേസരപുടവും ജനിപുടവും ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രം കാണപ്പെടുന്ന പുഷ്പങ്ങളാണ് എങ്കിൽ, ഒരു പൂവിൽ ഒന്നെങ്കിൽ കേസരപുടം അല്ലെങ്കിൽ ജനിപുടം മാത്രമാണ് ഉള്ളത് എങ്കിൽ അതിനെ ഏകലിംഗ പുഷ്പം എന്നാണ് പറയുക. ഉദാഹരണം എന്താ? മത്തൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മത്തൻ. ഇനി പൂവിൽ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ ദ്വിലിംഗ പുഷ്പം എന്ന് പറയാം. ഉദാഹരണം എന്താണ്? വെണ്ട. അപ്പോൾ ഏകലിംഗ പുഷ്പത്തിന് മറ്റൊരു ഉദാഹരണമാണ് പാവല്, മത്തൻ, കുമ്പളം, വെള്ളരി. ഇതെല്ലാം ഏകലിംഗ പുഷ്പമാണ്. ദ്വിലിംഗ പുഷ്പത്തിന് ഉദാഹരണമായിട്ട് നമുക്കിവിടെ ചെമ്പരത്തി തന്നിട്ടുണ്ട്, അരളി, ശംഖുപുഷ്പം, തക്കാളി. ഇവയെല്ലാം എന്താണ്? ദ്വിലിംഗ പുഷ്പങ്ങളാണ്. പുഷ്പങ്ങളിൽ ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് സസ്യങ്ങളിലും ആൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളും ഉണ്ട്. അപ്പോൾ ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും എന്താണ്? ആൺപുഷ്പങ്ങളും പെൺപുഷ്പങ്ങളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നത് എങ്കിൽ അത്തരം സസ്യങ്ങളെയാണ് ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ഏകലിംഗ സസ്യങ്ങൾ എന്താണ്? ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നത് എങ്കിൽ അതിനെ, അത്തരത്തിലുള്ള സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്നാണ് പറയുന്നത്. ഏകലിംഗ സസ്യങ്ങൾ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ തുടങ്ങിയവയൊക്കെ. പപ്പായ, ഈന്തപ്പന, കുടംപുളി, ജാതി ഇവയൊക്കെ എന്താണ്? ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇതാണ് ഏകലിംഗ സസ്യങ്ങൾ. ഇനി ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും
പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. ദ്വിലിംഗ സസ്യങ്ങൾ. ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവയൊക്കെ. അപ്പോൾ ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളെയാണ് ദ്വിലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നത്. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് ഇവയെല്ലാം തന്നെ ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് നമ്മൾ മനസ്സിലാക്കി പുംബീജം പരാഗരേണുക്കളിലും അണ്ഡം അണ്ഡാശയത്തിലുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ പുംബീജവും അണ്ഡവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിലെ പരാഗണ സ്ഥലത്ത് പതിക്കണം. അതെങ്ങനെയാണ്? അതിനെയാണ് നമ്മൾ പരാഗണം എന്ന് പറയുന്നത്. പരാഗണം അഥവാ പോളിനേഷൻ എന്നാൽ പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ പരാഗണം എന്ന് പറയുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഈ പരാഗണം സംഭവിക്കുന്നത്? ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുള്ളത് പോലെ തേൻ കുടിക്കുന്നതിനായിട്ട് ഇത്തരത്തിൽ പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പ്രാണികളും പക്ഷികളും ഒക്കെ തേനും പൂമ്പൊടിയും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂക്കളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രാണികളും പക്ഷികളും ഒക്കെ പരാഗണത്തെ സഹായിക്കുന്നു. അപ്പോൾ ഇവരാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. അതായത് പ്രാണികളും പക്ഷികളും പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുമ്പോൾ അവ ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പരാഗണ രേണുക്കൾ കൊണ്ടുപോവുകയും പരാഗണത്തെ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് പരാഗണം നടക്കുന്നത്. അതിനായിട്ട് ധാരാളം ഘടകങ്ങളുണ്ട്. അതായത് നിറമുള്ള പൂക്കൾ പക്ഷികളെയും മറ്റ് പ്രാണികളെയും ഒക്കെ ആകർഷിക്കും. മറ്റ് ചില പൂക്കൾക്ക് പ്രാണികളെ ആകർഷിക്കുന്നതിനായിട്ട് നല്ല സുഗന്ധമുണ്ട്. ചില പൂക്കളിലെ ദുർഗന്ധങ്ങളാണ് ഈച്ചകളെയൊക്കെ ആകർഷിക്കുന്നത്. അപ്പോൾ പരാഗകാരിണികളെ ആകർഷിക്കുന്നതിന് ചെറിയ പൂക്കളാണെങ്കിൽ പൂങ്കുലകളായിട്ടായിരിക്കും വളരുന്നുണ്ടാവുക. ചില പൂക്കൾക്ക് ചുറ്റുമുള്ള ഇലകൾക്ക് നിറം മാറുകയും പരാഗകാരികളെ ആകർഷിക്കുന്നതിനായി പൂവിനെ പോലെ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധ തരത്തിലാണ്, വിവിധ ഘടകങ്ങളാണ് പരാഗണത്തെ സഹായിക്കുന്നതിനായിട്ട് സസ്യങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ചെറു പ്രാണികളും പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ പരാഗണത്തെ സഹായിക്കുന്നു. അപ്പോൾ പരാഗണം എന്ന് പറയുന്നത് ഈ പ്രാണികളും പക്ഷികളും മാത്രമാണോ ഇവയെ പരാഗണത്തെ സഹായിക്കുന്നത്? ആ പരാഗണം നടക്കുന്നതിന് മറ്റു ചില ഘടകങ്ങൾ കൂടി സഹായകരമാകാറുണ്ട്. എന്താണ്? ഇപ്പോൾ ഇവിടെ കുരുമുളകിൻ്റെ കാര്യത്തിൽ പറയുന്നു, ഞങ്ങളിൽ പരാഗണം നടക്കാൻ ജലം ആവശ്യമാണ്. ഇവിടെ നെല്ല് പറയുന്നുണ്ട്, ഞങ്ങളിൽ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുന്നത്. ഭാരം കുറഞ്ഞ ധാരാളം പരാഗരേണുക്കൾ ഉള്ളതുകൊണ്ട് ഇത് സാധിക്കുന്നു കാറ്റ് വഴി. അപ്പോൾ ഏതെല്ലാം പരാഗകാരികളെയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത്? പ്രാണികൾ, പക്ഷികൾ, ജലം, കാറ്റ് എന്നിങ്ങനെ വിവിധ പരാഗകാരികളുണ്ട് പരാഗണം നടക്കുന്നതിനായിട്ട്. ഇനി വാനിലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വാനില ഒരു എക്സെപ്ഷനാണ്. എന്താണ് കാരണം? നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില എന്ന് പറയുന്നത്. ഈ സസ്യത്തിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. വാനിലയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. വാനിലയിൽ ഈ പറഞ്ഞ പരാഗണം നടത്തുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇവിടെ ഒരു പരാഗണം സംഭവിക്കുന്നത്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണം നടത്തി വിത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി പരാഗണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, സ്വപരാഗണവും പരപരാഗണവും. അപ്പോൾ എന്താണ് സ്വപരാഗണം എന്ന് പറയുന്നത്? ഇതിവിടെ ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും. ഒന്നാമത്തെ ചിത്രത്തിൽ നിന്നും രണ്ടാമത്തെ ചിത്രത്തിലേക്ക്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? പരാഗണ രേണുക്കൾ അതേ പൂവിൽ തന്നെ പതിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കുക, പരാഗരേണുക്കൾ അതേ പൂവിൽ തന്നെ പതിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ പരാഗരേണുക്കൾ
അതേ ചെടിയുടെ തന്നെ മറ്റൊരു പൂവിലാണ് പതിക്കുന്നത്. പരാഗരേണുക്കൾ ഒരേ ചെടിയുടെ തന്നെ മറ്റൊരു പൂവിൽ പതിക്കുന്നുണ്ട്. മൂന്നാമത്തേതിൽ നോക്കുകയാണെങ്കിൽ, ഇതാണ് മൂന്നാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കിയാൽ പരാഗരേണുക്കൾ അതേ വർഗത്തിൽ തന്നെ പെട്ട മറ്റൊരു ചെടിയുടെ പൂവിലാണ് പതിക്കുന്നത്. ഒരേ ചെടിയിലല്ല, ഒരേ പൂവിലല്ല, അതേ വർഗത്തിലുള്ള മറ്റൊരു ചെടിയുടെ പൂവിലാണ് പരാഗരേണുക്കൾ പതിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരേ പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിനെ സ്വപരാഗണം എന്നാണ് പറയുന്നത്. സ്വപരാഗണം. രണ്ടാമത്തെ കേസാണ് പരപരാഗണം. അതായത് ഒരു പൂവിൽ നിന്ന് പരാഗണ രേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ പരപരാഗണം എന്ന് പറയുന്നു. ഇവിടെ താഴെ നൽകിയിട്ടുണ്ട് സ്വപരാഗണവും പരപരാഗണവും. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ അല്ലെങ്കിൽ അതേ ചെടിയുടെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിക്കുന്നതിനെ സ്വപരാഗണം അഥവാ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നു. ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ പരപരാഗണം ക്രോസ് പോളിനേഷൻ എന്നാണ് പറയുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഇപ്പോൾ സ്വപരാഗണം എന്താണ്, പരപരാഗണം എന്താണ് എന്നുള്ളത്. ഇവിടെ സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായിട്ടുള്ള ഇനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി പോലും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പരപരാഗണമാണ്. പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞുകൊണ്ട് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ചില സസ്യങ്ങളിൽ പൂക്കളിൽ ആൺ പെൺ ലിംഗ അവയവങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ പ്രകൃതി പോലും സ്വപരാഗണത്തെ തടഞ്ഞുകൊണ്ട് പരപരാഗണത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂര്യകാന്തിയിലെ കേസരം പൂർണ്ണ വളർച്ച എത്തിയ ശേഷം മാത്രമാണ് ജനിപുടത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അതുപോലെ തന്നെയാണ് അവോക്കാഡോയിൽ ജനിപുടത്തിൻ്റെയും കേസരത്തിൻ്റെയും വളർച്ച പൂർത്തിയാകുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഇനി മറ്റൊരു ഉദാഹരണമാണ് മേന്തോന്നി എന്ന് പറയുന്ന സസ്യത്തിൽ സ്വപരാഗണം തടയുന്നതിനായിട്ട് ഇവിടെ കേസരവും ജനിപുടവും രണ്ട് ദിശയിലേക്കായിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പം അങ്ങനെ പരമാവധി സ്വപരാഗണത്തെ തടഞ്ഞുകൊണ്ട് പ്രകൃതി തന്നെ പരപരാഗണത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ പരാഗണത്തിന് ശേഷം പരാഗരേണുവിന് എന്താണ് സംഭവിക്കുന്നത്? പരാഗണത്തിന് ശേഷം ബീജസങ്കുലനം നടക്കുന്നു. പരാഗരേണുവിലെ പുംബീജം അണ്ഡാശയത്തിൽ എത്തുന്നത് ജനിദണ്ഡിലൂടെ പുംബീജം അണ്ഡാശയത്തിലേക്ക് എത്തി അണ്ഡവുമായിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പുംബീജം അണ്ഡവുമായിട്ട് ചേർന്ന് സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിദണ്ഡിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായിട്ട് ഒരു ട്യൂബായിട്ട് വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അഥവാ മെയിൽ ഗമീറ്റ് അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായിട്ട് കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായിട്ട് ചേർന്ന് സിക്താണ്ഡമാകുന്ന സൈഗോട്ടായി മാറുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിനെയാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ബീജസങ്കലനം ഇങ്ങനെയാണ് നടക്കുന്നത്. ഇങ്ങനെ ബീജസങ്കലനം നടന്ന അണ്ഡമാണ് സിക്താണ്ഡം അഥവാ സൈഗോട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിക്താണ്ഡം അഥവാ സൈഗോട്ട്. അങ്ങനെ ഇത്തരത്തില് ബീജസങ്കലനത്തിന് ശേഷം എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഇവിടെ ഉദാഹരണത്തിന് തക്കാളിയിലെ പൂവ്. ബീജസങ്കലനത്തിന് ശേഷം തക്കാളിയുടെ പൂവിനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണ് എന്നാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? ദളങ്ങൾ എന്ത് സംഭവിക്കുന്നു? ദളങ്ങൾ പൊഴിഞ്ഞു പോകുന്നു. ദളങ്ങളുണ്ടോ? ദളങ്ങൾ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കേസരപുടം പരാഗണത്തിന് ശേഷം വാടിപ്പോവുകയും കൊഴിഞ്ഞു പോവുകയുമാണ് ചെയ്യുന്നത്. പൂഞ്ഞെട്ടിന് എന്ത് സംഭവിക്കുന്നു? പൂഞ്ഞെട്ട് കൂടുതൽ ദൃഢമാവുകയും ഈ ഫലത്തെ താങ്ങുകയുമാണ് ചെയ്യുന്നത്. പൂഞ്ഞെട്ട് കൂടുതൽ ദൃഢമാവുകയും ഈ ഒരു ഫലത്തെ, ഇതിലുണ്ടാകുന്ന ഫലത്തെ താങ്ങുകയും ചെയ്യുന്നു. അണ്ഡാശയം പഴമായിട്ട് മാറുന്നു. ഇവിടെ തന്നിരിക്കുന്നത് പോലെ അണ്ഡാശയമാണ് പിന്നീട് പഴമായിട്ട് മാറുന്നത്. വിതളങ്ങൾ കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പഴത്തിന്റെ ഭാഗമായി തുടരുകയും ചെയ്യുന്നു. ഒന്നെങ്കിൽ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അത് പഴത്തിന്റെ ഭാഗമായിട്ട് ചേർന്ന് പോവുകയാണ് ചെയ്യുന്നത്. വിതളങ്ങൾക്ക് അത്തരത്തിലൊരു മാറ്റമാണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ബീജസങ്കലനത്തിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ.
ബീജസങ്കലനത്തിനു ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഓവ്യൂൾ വിത്തായും അണ്ടാശയം ഫലമായിട്ടും മാറുന്നു. അപ്പൊ ഇതൊന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണേ. ബീജസങ്കലനത്തിനു ശേഷം സിക്താണ്ഡം ഭ്രൂണമായി മാറുന്നു, ഓവ്യൂള് വിത്തായിട്ട് മാറുന്നു, അണ്ടാശയം ഫലമായിട്ട് മാറുന്നു. സിക്താണ്ഡം ഭ്രൂണമാകുന്നു, ഓവ്യൂള് വിത്തായിട്ട് മാറുന്നു, അണ്ടാശയം ഫലമായിട്ടും മാറുന്നു. ഇനി ബീജസങ്കലനത്തിന് ശേഷം അണ്ടാശയം വളർന്ന് ഫലമായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ബീജസങ്കലനത്തിന് ശേഷം എല്ലാ പൂക്കളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണിത്. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായിട്ടും ഓവ്യൂള് വിത്തായിട്ടും അണ്ടാശയം ഫലമായിട്ടും മാറുന്നു. ഇനി എന്താണ് ലഘുഫലങ്ങൾ എന്ന് പറയുന്നത്? പാവലിന്റെ പൂവിന് ഒരു അണ്ടാശയം മാത്രമേ ഉള്ളൂ. ഇതാണ് പാവലിന്റെ പൂവ്. പാവലിന്റെ പൂവിന് ഒരു അണ്ടാശയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ എത്ര ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്? പാവലിന്റെ പൂവിനെ പോലെ തന്നെ മാങ്ങ, വെണ്ട, പയറ്, പപ്പായ എന്നിവയുടെ പൂക്കളിലും ഒരു അണ്ടാശയം മാത്രമാണ് ഉള്ളത്. അതായത് ഒരു അണ്ടാശയം മാത്രമുള്ള ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് ലഘുഫലം എന്ന് പറയുന്നത്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതിനെ ലഘുഫലം എന്ന് പറയുന്നു. സിമ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നു. ലഘുഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ള മാങ്ങ, വെണ്ട, പയറ്, പാവയ്ക്ക, പപ്പായ എന്നിവയൊക്കെ. ഇതെല്ലാം ലഘുഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരു അണ്ടാശയം മാത്രമുള്ള ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രം ഉണ്ടാകുന്നതിനാണ് ലഘുഫലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാവുമോ? അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പോൾ ഒരു പൂവിൽ ഒരു അണ്ടാശയം മാത്രമുള്ള ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതിനെയാണ് ലഘുഫലം എന്ന് പറയുന്നത്. അപ്പം അതിന് ഉദാഹരണം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകും. അത് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ നൽകിയിട്ടുള്ള സീതാപ്പഴം കണ്ടില്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒന്നിലധികം അണ്ടാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് പുംജഫലങ്ങൾ എന്ന് പറയുന്നത്. പുംജഫലങ്ങൾ ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം അണ്ടാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകും. ഇത് ഇവിടെ സീതാപ്പഴത്തിന്റെ പൂവ് തന്നിട്ടുണ്ട്. സീതാപ്പഴം ഇപ്രകാരമാണ്. ഒന്നിലധികം അണ്ടാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് പുംജഫലങ്ങൾ എന്ന് പറയുന്നത്, അഗ്രഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സീതാപ്പഴം പുംജഫലത്തിന്റെ ഒരു ഉദാഹരണമാണ്. പുംജഫലത്തിന് മറ്റുദാഹരണങ്ങൾ ഇപ്പോൾ ബ്ലാക്ക്ബെറി, അരണമരയ്ക്ക, ഇതൊക്കെ പുംജഫലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇതുപോലെ അല്ലാതെ ബീജസങ്കലനം നടക്കാതെയും ചില സന്ദർഭങ്ങളിലൊക്കെ അണ്ടാശയം ഫലമായിട്ട് മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവില്ല. ഇപ്പൊ കൈതച്ചക്ക, വാഴപ്പഴമൊക്കെ അങ്ങനെയാണ്. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പാർത്തനോകാർപ്പി എന്നത്. പാർത്തനോകാർപ്പി എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ഈ പാർത്തനോകാർപ്പി ഫലങ്ങള് പ്രകൃതിദത്തമായിട്ടാണ് സാധാരണ ഉണ്ടാകുന്നത്. കൃത്രിമമായിട്ടും ഇവയെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവയൊക്കെ പ്രകൃതിദത്ത ഫലങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രകൃതിദത്ത ഫലങ്ങൾക്ക് ഉദാഹരണമാണ് കൈതച്ചക്ക, വാഴപ്പഴം എന്നിവയൊക്കെ. ഇതല്ലാതെ കൃത്രിമമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള പാർത്തനോകാർപ്പി ഫലങ്ങളാണ് മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ തുടങ്ങിയവയുടെ വിത്തില്ലാത്ത ഇനങ്ങളൊക്കെ ഇല്ലേ, ഇവയൊക്കെ കൃത്രിമമായിട്ട് ഇങ്ങനെ വികസിപ്പിച്ചിട്ടുള്ള പാർത്തനോകാർപ്പി ഫലങ്ങളാണ്. ഓക്കെ, പൂങ്കുലകൾ. ഇവിടെ തന്നിരിക്കുന്ന പൂങ്കുലകൾ ശ്രദ്ധിച്ചേ. മാവിന്റെ പൂങ്കുല, ശേഷം ഇതാ മാങ്ങയായിട്ട് മാറി. ഇവിടെ തന്നിട്ടുള്ളതുപോലെ വാഴയുടെ പൂങ്കുല, ഇത് വാഴപ്പഴമായിട്ട് മാറി, ഒരു വാഴക്കൊലയായിട്ട് പൂർണ്ണരൂപം പ്രാപിക്കുന്നു. ഇനി ഇവിടെ പ്ലാവിന്റെ നോക്കിയാല് പ്ലാവിന്റെ പൂങ്കുല ഇങ്ങനെ ചക്കയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഒരു വ്യത്യാസം? ഇവിടെ മാവിന്റെ പൂങ്കുലയിലെ ഓരോ പൂവും മാങ്ങയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ ചക്കയുടെ എങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ഒരു ചക്കയായിട്ട് രൂപപ്പെട്ടു. അപ്പൊ ഇവിടെ മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലായി. എന്നാൽ പ്ലാവിന്റെ പൂങ്കുലയിൽ എങ്ങനെയാണ്? ഇവിടെ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്ന് ഒറ്റ ഫലമായിട്ടാണ് മാറുന്നത്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് പോലെ ഇവിടെ നിന്ന് പൂവിൽ നിന്ന് മാങ്ങയായി മാറിയപ്പോഴേക്ക് എല്ലാം ഓരോ മാങ്ങയായിട്ട് മാറി. വാഴയിലെയും അങ്ങനെ തന്നെയാണ്, ഓരോന്നും ഓരോ കായായിട്ട് മാറി. എന്നാൽ ഇവിടെ പ്ലാവിൽ അങ്ങനെയല്ല സംഭവിച്ചത്, എല്ലാം ചേർന്ന് ഒറ്റ ഫലമായിട്ടാണ് മാറുന്നത്. ഇങ്ങനെ ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടി ചേർന്ന് ഒറ്റ ഫലമാകുന്നതിനെയാണ് സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്. ഇതിന് ഉദാഹരണമാണ് കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക തുടങ്ങിയവയൊക്കെ.
ഇപ്പൊ കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക തുടങ്ങിയവയൊക്കെ ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ കൂടിച്ചേർന്ന് ഒറ്റ ഫലമായിട്ട് മാറുന്നുണ്ട്. ഇതിനെയാണ് സംയുക്ത ഫലം അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി കപട ഫലങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ഫ്രൂട്ട്സ്, ഉദാഹരണത്തിന് ഇവിടെ തന്നിട്ടുണ്ട് കശുമാങ്ങയൊക്കെ. കശുമാങ്ങയില് ഈ പൂഞ്ഞിട്ട് വളർന്നിട്ടാണ് കശുമാങ്ങ ഫലമായിട്ട് മാറുന്നത്. ഇപ്പോൾ ആപ്പിളിലും സബർജല്ലിയിലും ഈ പുഷ്പാസനം വളർന്നാണ് പിന്നീട് ഫലമായിട്ട് മാറുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ പൂക്കളിൽ നിന്നാണല്ലോ, സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലമായിട്ട് മാറുന്നത്. ചില സസ്യങ്ങളിൽ ഇവിടെ അണ്ഡാശയമില്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങളും ഫലമായിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഉദാഹരണം തന്നതുപോലെ ഇവിടെ എന്താണ്, പൂഞ്ഞിട്ടാണ്, ഇവിടെ കശുമാങ്ങയില് പൂഞ്ഞിട്ടാണ് വളർന്നിട്ട് ഫലമായിട്ട് മാറുന്നത്. അപ്പൊ കപട ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. സാധാരണ പുഷ്പങ്ങളില് അണ്ഡാശയം വളർന്നാണ് ഫലം ഉണ്ടാകുന്നത്. എന്നാൽ ചില സസ്യങ്ങളിൽ അണ്ഡാശയം ഇല്ലാതെ പൂവിലെ മറ്റ് ഭാഗങ്ങളും ഫലമായിട്ട് മാറുന്നു. ഇവയെ നമ്മൾ കപട ഫലങ്ങൾ എന്നാണ് പറയുന്നത്. ഉദാഹരണം 1 കശുമാങ്ങയാണ്. ആപ്പിളും സബർജല്ലിക്കയും ഒക്കെ എന്താണ്, കപട ഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവയുടെ ഏത് ഭാഗമാണ് ഫലമായിട്ട് മാറുന്നത്? പുഷ്പാസനം വളർന്നാണ് ഫലമായിട്ട് മാറുന്നത്. ഈ പാർട്ടൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തത് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ പുഷ്പാസനം വളർന്നാണ് ഫലമായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവയെ നമ്മൾ കപട ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്കിവിടെ ഇതാ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇവയെ ഒന്ന് അണിനിരത്തി ഈ ടാബ്ലർ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പൊ ലഘുഫലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതുപോലെ പുഞ്ചഫലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സംയുക്ത ഫലം എന്താണ്? കപട ഫലം എന്താണ്? അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ ലഘുഫലത്തിന് ഉദാഹരണമാണ് മാങ്ങ, പേരയ്ക്ക, പപ്പായ തുടങ്ങിയവയ്ക്ക്. പപ്പായ എന്നതൊക്കെ. ഓക്കെ, ഇനി പുഞ്ചഫലത്തിന് ഉദാഹരണമാണ് സീതാപ്പഴം, സ്ട്രോബെറി, അതുപോലെ അരണമരക്കായ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, ഇനി സംയുക്ത ഫലത്തിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശീമച്ചക്ക, കൈതച്ചക്ക, ചക്ക എന്നിവയൊക്കെ എന്താണ്, സംയുക്ത ഫലത്തിന് ഉദാഹരണമാണ്. കപട ഫലത്തിന് ഉദാഹരണം ഇപ്പൊ പറഞ്ഞതാണ് കശുമാങ്ങ, ആപ്പിൾ, അതുപോലെ ചാമ്പക്കയൊക്കെ കപട ഫലത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് പുഷ്പകൃഷി, ഫ്ലോറികൾച്ചർ. പൂക്കൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനമുണ്ട്? ഇപ്പൊ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സുഗന്ധത്തിനായിട്ട് ഉപയോഗിക്കുന്നു, തേന്, ചായം പുരട്ടുന്നതിന് വേണ്ടിയിട്ട്, പെയിന്റിങ്ങിനൊക്കെ ആയിട്ട് പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നത് നമുക്കറിയില്ലേ? അപ്പോൾ ചായം പുരട്ടുന്നതിനായിട്ട്, അലങ്കാരങ്ങൾക്കായിട്ട്, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ടാണ് പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വളർത്തി പരിപാലിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കൃഷി രീതി, പുഷ്പകൃഷിയെയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത്തരത്തിൽ പുഷ്പങ്ങൾ വ്യാവസായികമായിട്ട് കൃഷി ചെയ്ത് വളർത്തുന്നത്. അപ്പൊ ഇതിനെല്ലാം പല പല ആവശ്യങ്ങളാണ്. ഇവ വാണിജ്യ അടിസ്ഥാനത്തിന് വിൽപ്പനയ്ക്കായിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വളർത്തി പരിപാലിക്കുന്ന ഇത്തരത്തില് പുഷ്പച്ചെടികൾ, പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയൊക്കെ വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വളർത്തി പരിപാലിക്കുന്നതിനെയാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ. പുഷ്പങ്ങൾ കൃഷി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പുഷ്പങ്ങൾ പ്രധാനമായിട്ടും പരിസ്ഥിതിയെ മനോഹരമാക്കി വെക്കുന്നുണ്ട്. ഇവയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പുഷ്പങ്ങൾ സഹായിക്കാറുണ്ട്, മാനസികോല്ലാസം നൽകുന്നുണ്ട്, കൂടാതെ വാണിജ്യ ആവശ്യത്തിന് കൂടി ആയതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊരു ഉദാഹരണം പോലെ പറഞ്ഞതാണ്. വാണിജ്യ ആവശ്യത്തിന് മാത്രമല്ല, അല്ലാതെ പുഷ്പങ്ങൾ ഉണ്ടെങ്കിലും നമുക്കൊരു മാനസിക ഉല്ലാസം ലഭിക്കും. വാണിജ്യാവശ്യത്തിന് വേണ്ടി പുഷ്പങ്ങൾ നട്ടു വളർത്തുകയാണെങ്കിലോ അവയിൽ നിന്ന് വരുമാനവും ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കും. പിന്നെ ഔഷധങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. തൊഴിലവസരങ്ങൾ, ഇത്തരത്തിൽ വാണിജ്യാടിസ്ഥാനത്തിലോ അല്ലാതെയോ നമ്മളൊരു സസ്യങ്ങളെ പരിപാലിക്കുന്നത് ഒരു തൊഴിലായിട്ട് സ്വീകരിച്ച് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാം. ചായങ്ങളും എണ്ണകളും ഒക്കെ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഇപ്പം ഈ ചെണ്ടുമല്ലി പോലെയുള്ള ചെടികളൊക്കെ നിറങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും കൊണ്ടുപോകുന്നത് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിൽ എന്താ പറയുക, ജൈവപരമായിട്ടുള്ള നിറങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള പൂക്കൾ, അവരുടെ ഒറിജിനൽ കളേഴ്സ്, ഓർഗാനിക് ആയിട്ടുള്ള കളേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പൂക്കളെ കൊണ്ടുപോകാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ വളർത്തുന്ന ചെടികൾ ഏതൊക്കെയാണ്?
റോസ് ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ആന്തൂറിയം, ജമന്തി, സൂര്യകാന്തി, മുല്ല, താമര ഇവയെല്ലാം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ്. എന്താണ് ആന്തൂറിയം എന്ന് പറയുന്നത്? പുഷ്പകൃഷിയിൽ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ആന്തൂറിയം. ഇതിൻ്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഭാഗം രൂപാന്തരം പ്രാപിച്ചിട്ടുള്ള ഇലകളാണ്. പൂവിനോട് ചേർന്ന് കാണപ്പെടുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെ സഹപത്രം എന്നാണ് പറയുന്നത്. പരാഗകാരികളെ ആകർഷിക്കുക എന്നതാണ് സഹപത്രങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത്. പരാഗകാരികളെ ആകർഷിക്കുന്നതിനായിട്ടാണ് ഈ ഒരു സഹപത്രം പ്രവർത്തിക്കുന്നത്. വാഴ, ബോഗൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായിട്ടുള്ള സഹപത്രം കാണുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പൂക്കളുടെ ഉപയോഗങ്ങളിൽ നമുക്ക് ഒന്നുകൂടി പറയാം. എന്താണ്? ഇവ പരാഗകാരികളെ സഹായിക്കുന്നു. പരാഗകാരികളെ സഹായിക്കുന്ന ഒന്നാണ് പൂക്കൾ എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ വാഴ, ബോഗൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായിട്ടുള്ള സഹപത്രം കാണുന്നതിനായിട്ട് സാധിക്കും. ഇതാണ് ആന്തൂറിയം എന്ന് പറയുന്നത്. പൂക്കള് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ചയാണ്. എന്നാൽ ഇത്തരത്തിലൊരു മനോഹരമായ കാഴ്ച മാത്രമല്ല, അതിനെ കൊണ്ട് പലതരത്തിലുള്ള പ്രയോജനമുണ്ട് എന്നുള്ളതും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് സസ്യങ്ങളുടെ വംശം നിലനിർത്തുകയാണ് പൂക്കളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളെയും പൂക്കളെയും നമുക്ക് സംരക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. കുറച്ചധികം ശ്രദ്ധ കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ചാപ്റ്ററാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.